അങ്ങനെ നന്ദിനി ആ ബാഗുമായിട്ട് കാറിൽ കയറാൻ ട്ടോ. എന്നിട്ട് അതിൽ നിന്നും ഓരോ കുപ്പികൾ പുറത്തെടുക്കാൻ ശേഷം അവൾ കയ്യിൽ വെച്ചിരുന്ന ഒരു വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. അത് എന്തോ നല്ല കയ്പുള്ള ഒരു വെള്ളമാണ് ട്ടോ. അതൊക്കെ ആ കുപ്പിയിലേക്ക് അല്പാൽപമായി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം അതവിടെ പഴയ സ്ഥലത്തിന് വെക്കുകയാണ്. ഇതിന്ന് സാർ പോയി നോക്കുന്നുണ്ട്. മോളെ ഇതെല്ലാം ഏൽക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത് നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ നടക്കും സാർ, എനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ. അവളുടെ ആ കോൺഫിഡൻസ് കാണുമ്പോൾ എന്നിത്ര സാറിന് സന്തോഷമാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കാൻ ട്ടോ. അങ്ങനെ നന്ദിനി ബാക്കി എല്ലാ കുപ്പികളും എടുക്കുക. അതിലേക്കെല്ലാം അല്പാൽപമായിട്ട് അവൾ ആ വെള്ളം മിക്സ് ചെയ്യാൻ. എന്നിട്ട് എല്ലാം ഷേക്ക് ചെയ്തതിനു ശേഷം ആ ബാഗിൽ തന്നെ വെക്കാൻ. അതേസമയം വിവേകും മനോജും മാറി നിന്ന് സംസാരിക്കാൻ. കാര്യങ്ങളെല്ലാം വിവേക് മനോജിനോട് പറയാൻ ട്ടോ. അപ്പോൾ മനോജ് പറയുന്നുണ്ട്, അപ്പോൾ സൂര്യ സാറിനെ ഈ കുടി നിർത്തിക്കണം അല്ലേ? അങ്ങനെ ആയാൽ അത് എനിക്ക് നഷ്ടമാവുമല്ലോ. എൻ്റെ ഏറ്റവും നല്ലൊരു കസ്റ്റമർ ആയിരുന്നു എന്ന് പറയാൻ. വിവേക് പറയേണ്ട ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മനോജ്? നീ ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിക്കും, അപ്പോൾ ഇതിനും കഷ്ടമാകും. അതല്ല എങ്കിൽ നിനക്ക് നല്ലൊരു വീതം കിട്ടും, അത് മതി നിനക്ക് നിന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയാം. എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ ഞാൻ കൂട്ടി നിൽക്കാം എന്ന് മനോജ് പറയാൻ. പക്ഷെ ഒരു കാര്യമുണ്ട് സാർ, ആ കുപ്പി പൊട്ടിച്ചെന്നുള്ള കാര്യം സൂര്യ സാറിന് അറിയാമല്ലോ എന്ന് പറയാൻ. അപ്പോൾ വിവേക് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിനൊക്കെ എൻ്റെ കയ്യിൽ വഴിയുണ്ട് സാർ. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ചില കുപ്പികളെല്ലാം പൊട്ടാറുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ ഒരു കൃത്രിമ വിദ്യയിലൂടെ ഞങ്ങളത് കൂട്ടി നിർത്തും എന്ന് പറയാൻ. എങ്കിൽ നീ ആ വിദ്യ ഇവിടെ കാണിക്ക് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ വിവേക് മനോജിനെ കൊണ്ട് കാറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കാര്യം പറയുന്നുണ്ട്, സാർ ഈ കുപ്പി പൊട്ടിച്ച കാര്യം സൂര്യക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ക്യൂട്ടി യോജിപ്പിക്കുന്ന കാര്യം മനോജ് ഏറ്റെടുത്തു. മനോജ് വണ്ടിയിൽ കയറ് എന്ന് പറയാൻ. അങ്ങനെ മനോജ് അപ്പുറത്തെ ഡോറിലൂടെ കയറേണ്ടകത്തേക്ക്. എന്നിട്ട് നന്ദിനി ഓരോ കുപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ആ ട്രിക്ക് വഴി യോജിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ മനോജ്. അങ്ങനെ എല്ലാ കുപ്പികളും ബാഗിലേക്ക് വെക്കുക. അതേസമയം സൂര്യ ആകട്ടെ മനോജ് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മനോജിനെ കാണാത്തതിനെ തുടർന്ന് സൂര്യ മനോജിനെ ഫോണിലേക്ക് വിളിക്കാൻ. നീ എവിടെയാടോ എന്ന് ചോദിക്കാൻ. സാർ ഞാൻ തൊട്ടടുത്തുണ്ട്, ഇപ്പോൾ എത്താം എന്ന് പറയാണ്. അങ്ങനെ ആ ബാഗുമായിട്ട് അവൻ ബൈക്കിൽ കയറി സൂര്യയുടെ അടുത്തേക്ക് എത്തുക. അങ്ങനെ അവൻ ആ ബാഗ് സൂര്യക്ക് കൈമാറാൻ. ഉടൻ തന്നെ സൂര്യ വണ്ടിയുടെ ഡോർ തുറന്ന് കുപ്പികളെല്ലാം വണ്ടിയിൽ വെച്ചതിന് ശേഷം ആ ബാഗ് തിരികെ മനോജിന് കൊടുക്കാൻ. എന്നിട്ട് അവൻ പറഞ്ഞ ആ ക്യാഷും എടുത്ത് കൊടുക്കാൻ. എല്ലാം കൂടി ആയപ്പോൾ മനോജിന് നല്ല സന്തോഷമാണ്. അങ്ങനെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാൻ. ശേഷം നന്ദിനിയും യദുന്ദ്ര സാറും വിവേകും കൂടി വെയിറ്റ് ചെയ്യാണ് സൂര്യയുടെ കോളിന് വേണ്ടിയിട്ട്. വിവേക് ഫോൺ കയ്യിലെടുത്തിട്ട് പറയും, ഇപ്പോൾ കോൾ വരും നോക്കിക്കോ എന്ന് പറയാണ്. ഉടൻ തന്നെ സൂര്യ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിവേകെ, നല്ലൊരു സാധനം ഒത്തു വന്നിട്ടുണ്ട്, നമ്മൾ കൂടുന്ന ആ പഴയ സ്ഥലത്തേക്ക് നീ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം എന്ന് പറയാണ്. ഓക്കെ സൂര്യ, ഒരു 10 മിനിറ്റ്, ഞാനിവിടെ സിറ്റിയിലാണ് എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റിനൊന്നും ടൈമില്ല, നീ എത്രയും പെട്ടെന്ന് വാ, ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ ട്ടോ. അങ്ങനെ വരാമെന്ന് വിവേക് സമ്മതിക്കുകയാണ്. ശേഷം നന്ദിനി പറയുന്നുണ്ട്, വിവേകെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, കള്ളത്തരമെങ്ങാൻ കാണിച്ചാൽ ഞാനത് പിടിക്കും കേട്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യാം എന്ന് വിവേക് സമ്മതിക്കുകയാണ്. അങ്ങനെ വണ്ടിയും എടുത്ത് അവൻ അവിടെ നിന്നും യാത്രയാവാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് വിവേകും സൂര്യയും പൊതുവെ മദ്യം കഴിക്കാൻ കൂടാറുള്ള ആ സ്ഥലത്ത് നേരത്തെ എത്തുകയാണ് സൂര്യ. അവൻ വിവേകിനെ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. കാണാത്തതിനെ തുടർന്ന് ഡോർ തുറന്ന് അവനൊരു കുപ്പി പുറത്തേക്ക് എടുക്കുകയാണ്. തക്ക സമയത്ത് വിവേക് എത്തുന്നുണ്ട്. ഹായ് സൂര്യ എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ഓഹോ, ഇനി ഇപ്പോഴാണ് വരുന്നത്, എത്ര നേരമായി ഞാൻ എന്നെ വെയിറ്റ് ചെയ്തു എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്പം തിരക്കിലായിപ്പോയി എന്ന് പറയാൻ ട്ടോ. എങ്കിൽ വാ നമുക്ക് കുടിക്കാം എന്ന് പറയാം. കപ്പും സാധനങ്ങളൊക്കെ വണ്ടിയിലിട്ട് അത് ഇങ്ങെടുക്ക് എന്ന് പറയണ്ട സൂര്യ. ഇത്ര രാവിലെ തന്നെ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് വിവേക്. പിന്നെന്താ ഇപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ അല്പം മിച്ചറിൻ്റെ ഒരു പാക്കും 2 കപ്പും പുറത്തേക്ക് എടുക്കാൻ വിവേക്. അങ്ങനെ അവർ കുപ്പി പൊട്ടിച്ച് 2 ഗ്ലാസ്സിലേക്കും അല്പാൽപമായിട്ട് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാൻ ട്ടോ. സൂര്യ പറയുന്നത്, നിനക്കറിയാമോ വിവേക്, ഇന്ന് രാവിലെ എൻ്റെ ബെഡ് കോഫിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കുടിക്കാറുള്ളതല്ലേ, അങ്ങനെ ഇന്നത് എടുത്തതാണ്. പക്ഷെ കയ്പ് കൊണ്ട് എനിക്ക് വായിൽ വെക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ചേഞ്ച് അതിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ. അതുകൊണ്ട് മനോജിനോട് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിപ്പിച്ചതാണ്, ഇത് നല്ല സാധനമാണ് കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ വിവേകും ആണോ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ആ ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ് അവൻ. നല്ല കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നന്ദിനി പറഞ്ഞ പ്രകാരം അവനത് പുറത്ത് കാണിക്കാൻ വയ്യ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സൂര്യ ഗ്ലാസ് എടുത്ത് വായിലേക്ക് വെച്ചു. തൂ എന്ന് പറഞ്ഞ് തുപ്പുകയാണ്. അയ്യോ എന്തൊരു കയ്പാണ് ഇതിന് എന്ന് പറയാണ് അവൻ. അപ്പോൾ വിവേക്, കയ്പോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ, ഒരു കുഴപ്പവുമില്ല, നല്ല സാധനം, വീണ്ടും ഒഴുക്കി ഇതിലേക്ക് എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുക. അല്ലടാ, ഇത് നല്ല കയ്പുണ്ട്, ഇതിന് എന്തോ പറ്റിയിട്ട്, നമുക്ക് മറ്റേ ഒരെണ്ണം എടുക്കാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് മറ്റൊരു കുപ്പി എടുത്തുകൊണ്ട് വരികയാണ്. അതും അതുപോലെ തന്നെ ഒഴിക്കാൻ ട്ടോ. വായിലേക്ക് ഒഴിച്ചതും സൂര്യ തുപ്പിക്കളയാൻ. വിവേകാട്ടെ കടിച്ചമർത്തി കയ്പ് സഹിച്ചുകൊണ്ട് അവൻ ആ ഗ്ലാസ് മൊത്തം കുടിക്കാൻ ട്ടോ. നിനക്കെന്താടാ ഒന്നും തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നല്ല രസമുണ്ട്, ഇപ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് പിടിച്ചു, ഞാൻ
അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞ് അവൻ നിലത്തിരിക്കാൻ കേട്ടോ. സൂര്യ പറയുന്നുണ്ട്, ഈ വിവേകിനെ ഏറ്റതൊന്നും എന്താ എൻ്റെ തലയ്ക്ക് കേൾക്കാത്തത്? ഇനി എനിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ. എനിക്കറിയില്ല എന്ന് പറയാൻ കേട്ടോ വിവേക്. എന്തായാലും എന്തോ ഒരു കാര്യമായിട്ട് പ്രശ്നമുണ്ട്, എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ സൂര്യ. എന്നാൽ നിലത്തിരിക്കുന്ന വിവേകാകട്ടെ, അയ്യോ കഴിച്ചിട്ട് വയ്യ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ ഓരോ വിധിയെ എന്ന് പറഞ്ഞ് അവൻ സ്വയം ശപിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. സൂര്യയാകട്ടെ ഒന്നും അറിയാതെ ആകെ ടെൻഷൻ നിൽക്കുകയാണ്. ഇനി തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇന്ന് രാവിലെ കഴിച്ചതും ഇതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു, ഇപ്പോൾ കഴിച്ചതും നല്ല കയ്പ് തോന്നുന്നു. എന്നാൽ എൻ്റെ കൂടെ കഴിച്ച വിവേകനാകട്ടെ യാതൊരു പ്രശ്നവുമില്ല. ഇനി എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന ടെൻഷനിൽ അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നന്ദിനി റോഡ് സൈഡിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കാൻ കേട്ടോ. പെട്ടെന്നാണ് അവളുടെ കുറച്ച് മുന്നിലായിട്ട് ഒരു കാർ നിർത്തുന്നത്. അതിൽ നിന്നും ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയാണ്. ഒപ്പം തന്നെ അവളുടെ ബാഗും എറിഞ്ഞു കൊടുത്തിട്ട് ആ വണ്ടി പോവുകയാണ് കേട്ടോ. ഇത് കാണുന്ന നന്ദിനി എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. എന്നിട്ട് അവളെ കൈപിടിച്ച് പൊക്കി നിർത്തുകയാണ്. അതേസമയം തന്നെ സൂര്യയും അവിടെ എത്തുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് അവരും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. നന്ദിനി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ആരാണ് ആ വണ്ടിയിൽ വന്നവരെ? അവരെന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത്, എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാണ്. ഞാൻ ബഹളം വെച്ചപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ സൂര്യ ഒന്ന് ചോദിക്കുന്നതിന്, എന്താ നന്ദിനി? സർ അറിയില്ല, ഒരു വണ്ടിയിൽ നിന്നും ഇവരെ ചവിട്ടി പുറത്താക്കിയതാ, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയാൻ. സൂര്യ ചോദിക്കുന്നതിന്, ആരാ നിങ്ങള്, എന്താ പറ്റിയത്? അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ പേര് കനക എന്നാണ്, ഞാൻ കുട്ടനാട്ടിലുള്ളതാണ്. അവിടെ ഒരാൾ കരിമീൻ എടുക്കാനൊക്കെ വരുമായിരുന്നു, കണ്ട് ഇഷ്ടമായി, ഞാൻ അയാളെ കൂടെ പോന്നതാണ്. ഇപ്പോൾ 4 കൊല്ലമായി അയാൾ എന്നെ ചതിച്ചതാണ്. അയാൾക്ക് എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കള്ള് കുടിച്ച് എന്നെ ചവിട്ടാനും തല്ലാനും ഒക്കെ തുടങ്ങി. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിച്ചത്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അയാളാണോ ഇപ്പോൾ വണ്ടിയിലുണ്ടായിരുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ സാർ, എന്നെ അയാൾ ഇപ്പോൾ ജോലിക്കൊക്കെ അയക്കുകയാണ്. കിട്ടുന്ന ക്യാഷ് മുഴുവൻ അയാൾക്ക് കള്ള് കുടിക്കാൻ കൊടുക്കും. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു സാറേ. കുറച്ച് ദിവസം മുൻപ് എന്നെ ഒരു വീട്ടുജോലിക്ക് കൊണ്ടുപോയി നിർത്തി. അവിടെ 10-20 വയസ്സായ ഒരു കാരണവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായമൊന്നും നോക്കാതെയുള്ള അയാളുടെ പെരുമാറ്റവും നോട്ടവും തുടരുമെല്ലാം എനിക്ക് അസഹനീയമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ എൻ്റെ ഭർത്താവുണ്ടോ അത് കേൾക്കുന്നത്? നിർബന്ധിച്ച് വീണ്ടും അവിടെ തന്നെ എന്നെ കൊണ്ടുപോയി ആക്കുകയായിരുന്നു. അവിടെ കഴിയുന്നതിന് വിധം എനിക്ക് മരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയത് എന്ന് പറയാം. അപ്പോഴുണ്ടായ ബാക്കി കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇനി എന്തായാലും എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. തിരികെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഇനി ചെന്നാലും അവരാരും എന്നെ സ്വീകരിക്കുകയുമില്ല. ആ ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ മുന്നിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് ആത്മഹത്യയല്ല വേറെ വഴിയില്ല. ഞാൻ റോഡിലേക്ക് വീണപ്പോൾ എന്നെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ടേക്ക് നടക്കാൻ കേട്ടോ. ആ സമയത്ത് നന്ദിനി തടയാണ്. നിൽക്കൂ, കനകം എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ. കനകം പറയുന്നുണ്ട്, മാഡം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. ഇനി മരണമല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിൽക്കൂ, അങ്ങനെ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒന്നുമില്ലെങ്കിലും ഞങ്ങളും മനുഷ്യർ തന്നെയല്ലേ. എന്നിട്ട് അവൾ സൂര്യയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു, സാർ നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ ഒരാളെ ഒറ്റയ്ക്ക് നടുറോട്ടിൽ ഉപേക്ഷിച്ച് പോരാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ സാർ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ പറയുന്നുണ്ട്, എനിക്കും അറിയില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയാം. അങ്ങനെ നന്ദിനി പറയുന്നത്, നമുക്ക് തൽക്കാലം അവരെ നമ്മുടെ കൂടെ കൂട്ടിയാലോ? അവരുടെ ഭർത്താവ് അന്വേഷിച്ച് വരുമ്പോൾ അയാളെ കണ്ടെത്തി നന്നായിട്ട് ഉപദേശിച്ച ശേഷം കൂടെ വിടാം. അതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ ഈ പാപത്തിന് നമ്മളൊരു ഉത്തരവാദികളാകില്ലേ എന്ന് പറയാണ്ട്. അങ്ങനെ സൂര്യൻ സമ്മതിക്കുകയാണ്, കൂടെ കൂട്ടാൻ പറയാണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, കനകം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വാ. അയ്യോ സാർ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അവളെ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാനാവില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. മാത്രവുമല്ല, നിന്റെ വീട്ടുകാരൊക്കെ കണ്ടെത്തി അവരോട് എല്ലാ കാര്യങ്ങളും സമാധാനപൂർവ്വം സംസാരിച്ച ശേഷം നിനക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാം. അതല്ല നിന്റെ ഭർത്താവിൻ്റെ കൂടെയാണെങ്കിൽ അങ്ങനെ. അതുവരേക്കും ഞങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ട. കനകത്തെ കൂടെ കൂട്ടിയെങ്കിലും നന്ദിനിക്കും സൂര്യക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു. നന്ദിനി അവിടെ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പത്മമ്മയുടെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? യതീന്ദ്ര സാറിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷേ മാഡത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലോ എന്ന് പറയുന്നുണ്ട്. സൂര്യ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് വരുന്ന വഴി നോക്കാം, ഞാനില്ലേ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അവളെയും കൊണ്ട് വീട്ടിലേക്ക് എത്തേണ്ട. യതീന്ദ്ര സാറിൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതാരാ സൂര്യ, നന്ദിനിയുടെ കൂട്ടുകാരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അല്ല സർ, വഴിയിൽ വെച്ചാണ് ഇവരെ കണ്ടത്, അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടെ കൂട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട. ഇതെല്ലാം കേട്ട് പിന്നിൽ നിന്നും പത്മ എതിർക്കുകയാണ്. ഒരാളെ തന്നെ ഇവിടെ സഹിക്കുന്നത് ധാരാളമാണ്, ഇനി അവളെ മറ്റൊരുത്തിയെ കൊണ്ടുവന്നിരിക്കുന്നു, ഇതെന്താ സത്രമാണോ എന്നൊക്കെ ചോദിച്ച് അവൾ വഴക്കാക്കുകയാണ്. അങ്ങനെ ആകെ പേടിച്ച് നിൽക്കേണ്ട നന്ദിനി. ഒരു പക്ഷേ ഈ കനകം നന്ദിനിയുടെ സൂര്യയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ട്രാപ്പായിരിക്കാം.
മിത്രയുടെ ഒരു നാടകമാകാനും സാധ്യതയുണ്ട്. വരും എപ്പിസോഡുകൾ നമുക്കത് കാണാം.